വെൽക്കം ബാക്ക് ഓൾ ഓഫ് യു. തൈമൻ ആണ്. ഇത് അഡ്രിനർജിക് വീഡിയോ സീരീസിലെ നമ്മുടെ 10ാമത്തെ വീഡിയോ ആണ്. അഡ്രിനർജിക് ഡ്രഗ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ഡയറക്ട്ലി ആക്ടിങ്, ഇൻഡയറക്ട്ലി ആക്ടിങ് ആൻഡ് മിക്സഡ് ആക്ടിങ് ഡ്രഗ്സ് എന്നാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. 3ആയിട്ട് തരംതിരിച്ചു. അതിൽ ഡയറക്ട്ലി ആക്ടിങ് ഡ്രഗ്സ്, കാറ്റക്കോളമിൻസ്, സിന്തറ്റിക് കാറ്റക്കോളമിൻസ്, ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ ഓൾറെഡി ഇതുവരെയുള്ള വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇൻഡയറക്ട്ലി ആക്ടിങ്ങും മിക്സഡ് ആക്ടിങ് ആണ്. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഇൻഡയറക്ട്ലി ആക്ടിങ് ഡ്രഗ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കുള്ളത് ആംഫിറ്റമിൻ ഗ്രൂപ്പ് ഉണ്ട്, ടൈറമിൻ ഉണ്ട്, പിന്നെ മൊഡാഫിനിൽ ആൻഡ് കൊക്കൈൻ നമ്മൾ വേറെ ഭാഗത്താണ് ഡിസ്കസ് ചെയ്യുക. മൊഡാഫിനിൽ നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ ഉള്ളത് ആംഫിറ്റമിനും ടൈറമിനും ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈറമിൻ ആണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ആംഫിറ്റമിൻ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ടൈറമിനിൽ നിന്ന് തുടങ്ങാം. ടൈറമിൻ ഒരു മരുന്നെന്ന രീതിയിലല്ല ടൈറമിൻ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മരുന്നായിട്ട് പക്ഷെ നമ്മൾ ടൈറമിൻ നൽകുകയാണ് എങ്കിൽ, സപ്പോസ് ഇഫ് യു ആർ ഗിവിംഗ് ദിസ് ആസ് എ ഡ്രഗ്, അത് സ്വാഭാവികമായിട്ട് നോറഡ്രിനാലിന്റെ വെസിക്കിൾ, ഇത് വെസിക്കിളാണ്, വെസിക്കിളിൽ നിന്ന് റിലീസ് ചെയ്യും. സോ ഈ പടമാണ് നമ്മൾ അഡ്രിനർജിക് ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിച്ച് ടൈറോസിൻ ഡോപ്പാകുന്നു, ഡോപ്പമിൻ ആവുന്നു, ഡോപ്പമിൻ വെസിക്കിളിനകത്ത് കയറുന്നു, വെസിക്കിൾ നോറഡ്രിനാലിനാവുന്നു. സോ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു, ഇത് റിസപ്റ്ററിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ ഒരു നോറഡ്രിനാലിൻ റീ അപ്ടേക്ക് ചെയ്യുന്ന NET ട്രാൻസ്പോർട്ടർ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഈ പടം തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഈ പടം തന്നെ ഉപയോഗിക്കുന്നത്. എന്തായാലും ടൈറമിൻ ഇവിടെ വരുന്നു, ഇവിടെ നിന്ന് നോറഡ്രിനാലിനെ റിലീസ് ചെയ്യിക്കുന്നു. സോ ഇതാണ് നെർവ് എൻഡിങ്ങിൽ ടൈറമിൻ, ഈ നെർവ് എൻഡിങ്ങിൽ എത്തുന്നു, ഇവിടെ ടൈറമിൻ എത്തണം, അവിടെ നിന്ന് നോറഡ്രിനാലിൻ റിലീസ് ചെയ്യുന്നു. ഈ നോറഡ്രിനാലിൻ ഏത് റിസപ്റ്ററാണോ, ആൽഫയാണോ ബീറ്റയാണോ, ആ റിസപ്റ്ററിൽ പോയി പിടിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. സപ്പോസ് നമ്മൾ ടൈറമിൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതാണ് ആദ്യത്തെ ഇനീഷ്യൽ ബ്ലഡ് പ്രഷർ എന്ന് വിചാരിക്കുക. നമ്മളിവിടെ ടൈറമിൻ കൊടുക്കുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ വിൽ ഇൻക്രീസ്, സ്വാഭാവികമായിട്ട് കൂടും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടൈറമിന്റെ ആക്ഷൻ കഴിയുമ്പോഴത്തേക്കും ബ്ലഡ് പ്രഷർ നോർമൽ ആകും, ശരിയല്ല? ഇനി നമ്മൾ ഉടനെ വീണ്ടും ടൈറമിൻ കൊടുക്കുകയാണെങ്കിൽ ഇത്രയും വർധന ഉണ്ടാവില്ല, കുറച്ച് താഴെ ആയിരിക്കും. വീണ്ടും താഴത്തേക്ക് വരുന്ന നോർമൽ ബ്ലഡ് പ്രഷർ ആയെന്ന് വിചാരിക്കുക. നമ്മൾ മരുന്ന് വീണ്ടും നൽകുകയാണെന്ന് വിചാരിക്കുക. നോക്കുക, വീണ്ടും നൽകുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന എഫക്റ്റ് ഉണ്ടാവില്ല, എഫക്റ്റ് കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. അവസാനം ഒട്ടും വർധന ഇല്ലാതെ വരികയോ, അല്ലെങ്കിൽ മരുന്നിന്റെ അളവ് നമ്മൾ ടൈറമിൻ 2T കൊടുത്താൽ പോലും വർധനവില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. സോ നമ്മൾ മരുന്നിന്റെ അളവ് വർദ്ധിക്കേണ്ടി വരും, മരുന്നിന്റെ എഫക്റ്റ് കുറയുകയും ചെയ്യും. സോ ഇതെന്താണ്, ഇത് ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ ടൈറമിൻ ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിനകത്തിരിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ, ഈ വെസിക്കിൾ, ഇത് വെസിക്കിളാണ്, വെസിക്കിളിനകത്തിരിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് റിലീസ് ചെയ്യേണ്ടത്. ഉടൻ ചെന്നു, ഓക്കെ, റിലീസ് ചെയ്തു, ഓക്കെ, വീണ്ടും ചെല്ലുമ്പോൾ അത്രയും റിലീസ് ചെയ്യാനില്ല, സ്റ്റോർ ഈസ് ഡിപ്ലീറ്റഡ്. വീണ്ടും ചെല്ലുമ്പോൾ പിന്നെ ഒട്ടും കുറവായിരിക്കും. അവസാനം ചെല്ലുമ്പോഴത്തേക്കും ന്യൂറോ ട്രാൻസ്മിറ്റർ അതിനകത്ത് റിലീസ് ചെയ്യാൻ പാകത്തിന് ഉണ്ടാവണമെന്നില്ല. സോ there won't be any neurotransmitter if the drug is given repeatedly. So we can say that tyramine produces tolerance ഉണ്ടാക്കും എന്ന് നമുക്ക് പറയാമല്ലോ. സോ ടോളറൻസ് എന്ന് വെച്ചാൽ എന്താ? when we give a next time the drug we need to give a larger dose than the initial dose. അതിനാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയാം. പക്ഷെ ടൈറമിൻ പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലുള്ള ടോളറൻസിനെ നമ്മൾ ടാക്കിഫിലാക്സിസ് എന്നാണ് പറയാം. ടാക്കിഫിലാക്സിസ് എന്നോ പറയാം. ടാക്കി എന്ന് വെച്ചാൽ വേഗത്തിലുണ്ടാവുന്ന ടോളറൻസ് ഓർ acute tolerance. So what is acute tolerance? When a drug is given repeatedly, there is a rapid decline or reduction in the response to the drug. അതിനാണ് നമ്മൾ ടോളറൻസ്. സോ ദിസ് ഈസ് കോൾഡ് ആസ് ടാക്കിഫിലാക്സിസ്. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്ന ആംഫിറ്റമിൻ, അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആംഫിറ്റമിനും ഇത് ബാധകമാണ്. അവിടെ ടാക്കിഫിലാക്സ് ആയിരിക്കണമെന്നില്ല നമ്മൾ, കാരണം അപ്പപ്പോൾ കൊടുക്കുന്നില്ല. നമ്മൾ കൊടുത്തു, പിന്നെ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും മരുന്ന് കൊടുക്കുക. സോ തുടർച്ചയായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും there also the effect, നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന എഫക്റ്റ് കുറവായിരിക്കും. സോ ഇറ്റ് പ്രൊഡ്യൂസസ് എ ഡിക്രീസ് റെസ്പോൺസ് when the drug is given or taken continuously. പിന്നെ നമ്മൾ ഡോസ് കൂടുതലാക്കേണ്ടി വരും, കൂടുതൽ കഴിക്കേണ്ടി വരും. സോ what I can say that is tachyphylaxis or tolerance is a property of indirectly acting drugs. So indirectly acting drugs എല്ലാം തന്നെ tachyphylaxis or tolerance ഉണ്ടാക്കും. So here when tyramine is given repeatedly, it produces a rapid decline initially, but when we give repeatedly, it doesn't produce that much blood pressure increase. Okay, so tyramine is the classic example for tachyphylaxis. ഈ ടൈറമിൻ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നില്ല, പക്ഷേ എങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്? സോ വാട്ട്സ് എ സിഗ്നിഫിക്കൻസ്? ഈ ടൈറമിൻ ധാരാളമായിട്ടുള്ളത്, പ്രധാനമായിട്ടുള്ളത് ചീസിലാണ്.
2 മീറ്റിലുണ്ട്, 3 റെഡ് വൈൻ അതിനകത്തുണ്ട്. ദെൻ ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ ഇൻ സം അതർ പിക്കിൾഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ ഉണ്ട്, സീ ഫുഡ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലും ഈ ടൈറമിൻ ധാരാളമായിട്ടുണ്ട്. സോ ടൈറമിൻ ചിലതരം ഭക്ഷണങ്ങളിൽ ടൈറമിൻ ധാരാളമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ചീസ്, മീറ്റ്, റെഡ് വൈൻ എന്നൊക്കെ പറയുമ്പോൾ യൂറോപ്യൻസ് അവരൊക്കെ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ധാരാളമായിട്ട് ഈ ടൈറമിൻ എന്ന് പറയുന്ന സാധനം ഉണ്ട്. സോ ഇവരിത് കഴിക്കാമെന്ന് വിചാരിക്കുക. ഇവരിത് കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അവരുടെ കുടലിലുള്ള MAOA മോണോ അമിനോ ഓക്സിഡൈസ് എ എന്ന് പറയുന്ന എൻസൈംസ് ഇവിടെ വെച്ചിട്ട് അതിനെ ഡീഗ്രേഡ് ചെയ്യും, അതിനെ നശിപ്പിച്ചോളും. സോ ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡിൽ എത്തുന്നില്ല, അത് നെർവ് എൻഡിങ്ങിൽ എത്തുന്നില്ല. ഈവൻ ഇപ്പം നെർവ് എൻഡിങ്ങിൽ എത്തിയാലും അവിടെയും ഉണ്ട് MAOA, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ദിസ് വോണ്ട് ഗെറ്റ് ദാറ്റ് മച്ച് എഫക്ട്. ഈ ടൈറമിന് അത്ര വലിയ എഫക്റ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ കുടലിലുള്ള MAO വഴി ഇതങ്ങ് നശിച്ചു പോകുന്നുണ്ട്, ബ്ലഡിലെത്താത്തതുകൊണ്ടും ടൈറമിന് ഇറ്റ്സെൽഫ്, ഈ ഭക്ഷണത്തിലുള്ള ടൈറമിന് നമ്മുടെ ശരീരത്തിൽ കാര്യമായ പ്രവർത്തനങ്ങൾ ഒന്നും ഉണ്ടാക്കുന്നില്ല. ടൈറമിന് ചെയ്യാവുന്നത് നോർ അഡ്രിനാലിൻ റിലീസ് ചെയ്ത് ബ്ലഡ് പ്രഷർ കൂട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പണിയുള്ളത്. ഈ MAOA എൻസൈംസ്, സപ്പോസ് ഇഫ് എ പേഷ്യന്റ് ഈസ് ടേക്കിംഗ് സം സോർട്ട് ഓഫ് MAO ഇൻഹിബിറ്റർ, MAOA ഇൻഹിബിറ്റർ എന്തെങ്കിലും ആവശ്യത്തിന് കഴിക്കുന്ന ആൾക്കാരാണെന്ന് കരുതുക. ഇങ്ങനെയുള്ള ഒരാൾ ഈ മരുന്ന് പല അസുഖങ്ങൾക്ക് വേണ്ടി കഴിക്കാം. സോ അങ്ങനെയുള്ള ഒരു മരുന്നുകൾ കഴിക്കുന്ന രോഗികളിൽ സംഭവങ്ങൾ വ്യത്യസ്തമാകും. ഉദാഹരണത്തിന് ട്രാനൈൽ സൈപ്രമിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ ഐസോ കാർബോക്സാസിഡ് എന്ന് പറയുന്ന മരുന്ന് സി ആണ്. ദെൻ ഫെൻലെസിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ നിയാലമൈഡ്, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ നമ്മൾ CNS-ൽ ഇനി ഇത് പഠിക്കും. ഇങ്ങനെയുള്ള മരുന്നാണ് ഈ പേഷ്യന്റ് കഴിക്കുക എന്ന് വിചാരിക്കും. സോ അപ്പോൾ എന്ത് പറ്റും, ഈ MAOകളെ അവർ ഓൾറെഡി ഇൻഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ MAO ഇൻഹിബിറ്റഡ് ആയിട്ടുള്ള ആളിലാണ് എന്ത് കഴിക്കുന്നത്, ടൈറമിൻ ചേർന്ന ഭക്ഷണം കഴിക്കുന്നത്. ടൈറമിൻ ചേർന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അത് ബ്ലഡിലേക്ക് എത്തും, ബ്ലഡിൽ നിന്ന് നെർവ് എൻഡിങ്ങിലേക്ക് എത്തും, നെർവ് എൻഡിങ്ങിൽ നിന്ന് അത് കൂടുതലായിട്ട് വെസിക്കിൾസിൽ നിന്ന് നോറഡ്രിനാലിൻ കൂടുതലായിട്ട് റിലീസ് ചെയ്യും. സോ ദിസ് റിലീസ്ഡ് നോറഡ്രിനാലിൻ can act on the alpha-1 receptors which is present on the blood vessels, and this can produce dangerous hypertension. ഭയങ്കരമായിട്ട് BP ഉയർത്താനായിട്ട് ഇടയാകും. ആൻഡ് സഡൻ ഹൈപ്പർടെൻസി എമർജൻസി കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകാം. മരണകാരണം വരെ ആകാം. ഹിമറേജിക് ഷോക്ക് തുടങ്ങിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചീസ് റിയാക്ഷൻ. സോ അപ്പോൾ സാധാരണ രീതിയിൽ ചോദ്യം ഏതാണ്, ചീസ് റിയാക്ഷൻ ഉണ്ടാവും കാരണം എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഡ്രഗ്സ്, ഇതിലേത് ഡ്രഗുകളാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് MAO ആയിരിക്കും, ചിലത് വേറെ എന്തെങ്കിലും മരുന്നൊക്കെ ആയിരിക്കും കൊടുക്കുക. ഈസ് നോട്ട് ഒക്കർ വിത്ത് എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുക. ഓക്കെ, സോ ഇതിനെ നമ്മൾ ചീസ് റിയാക്ഷൻ എന്ന് പറയും. സോ പേഷ്യൻസ് ടേക്കിംഗ് MAO ഇൻഹിബിറ്റേഴ്സ് ഇഫ് ടേക്കൺ മോർ ചീസ്, വൈൻ എക്സെട്ര, ദിസ് കോസസ് ചീസ് റിയാക്ഷൻ. സോ ഇതാണ് ടൈറമിൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇനി ഇങ്ങനെ ഡേഞ്ചറസ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ, എന്തെങ്കിലും മരുന്ന് കൊടുക്കണമല്ലോ. സോ എന്താണ് പ്രതിവിധി, നമുക്ക് കൊടുക്കാവുന്നത് ഫെൻറ്റോലമിൻ ആണ്. ഫെൻറ്റോലമിൻ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് കൊടുക്കാം. ഇറ്റ്സ് എ നോൺ സെലക്റ്റീവ് ആൽഫ ബ്ലോക്കർ ആണ്, ആൽഫ ബ്ലോക്കർ ഡ്രഗ് ആണ്. സോ ഇത് വിൽ ബ്ലോക്ക് സ്പെഷ്യലി alpha-1 present on the blood vessel. So it produces inhibition of the vasoconstriction. Vasoconstriction ഉണ്ടാവുന്നില്ല, രക്തക്കുഴലുകൾ ചുരുങ്ങുന്നില്ല. No rise in BP, instead it causes fall in BP. ഓക്കെ, ഫെൻറ്റോലമിൻ ബാക്കിയുള്ള വാസോപ്രസേഴ്സ് മൂലവും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി മറ്റു മരുന്നുകൾ ക്ലോണിഡിൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ക്ലോണിഡിൻ നമ്മൾ ഉപയോഗം പറഞ്ഞു ഹൈപ്പർടെൻസീവ് അർജൻസി, എമർജൻസി അല്ല അർജൻസി ആണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതിന് മരുന്ന് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് സോഡിയം നൈട്രോപ്രൂസൈഡ് എന്ന് പറയുന്ന മരുന്നുണ്ട്. അത് രക്തക്കുഴലുകളിൽ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്തിട്ട് ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്ന മരുന്നാണ്. ഓക്കെ, ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുന്ന മരുന്ന്, അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. വേണമെങ്കിൽ ലെബറ്റലോൾ അത് നമുക്ക് കൊടുക്കാം. അത് ആൽഫയും ബീറ്റയും രണ്ടിനെയും ബ്ലോക്ക് ചെയ്യുന്ന മരുന്നാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കാം. സോ ഇതാണ് നമുക്ക് ടൈറമിനെ കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളത്. സോ ടൈറമിൻ ഒരു മരുന്ന് എന്ന രീതിയിലുള്ള ഭക്ഷണത്തിലെ ഒരു ഘടകം, ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് അവരുടെ. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തത്. സോ ടൈറമിൻ ഭക്ഷണം എന്ന രീതിയിൽ ഈ പ്രശ്നം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. 2, ടൈറമിൻ ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഫോർ ടാക്കിഫിലാക്സിസ് പറഞ്ഞു. സോ ഓൾ ഇൻഡയറക്ട്ലി ആക്ടിംഗ് ഡ്രഗ്സ് ക്യാൻ പ്രൊഡ്യൂസ് ദിസ് ടോളറൻസ് എന്ന് പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ടാക്കിഫിലാക്സിസ് എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ടൈറമിനെ കുറിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ ജനറൽ ഫാർമക്കോളജിയിലെയും ചോദ്യമാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടൈറമിൻ. സോ താങ്ക് യു ഫോർ പേഷ്യന്റ് ലിസണിങ്.